നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. സഹകരണം സംശയത്തിൽ. കള്ളപ്പണ നിക്ഷേപത്തിന്റെ സംശയനിഴലിൽ ജില്ലാ സഹകരണ ബാങ്കുകൾ. CBI എൻഫോഴ്സ്മെന്റ് പരിശോധന നടന്ന 5 ജില്ലാ ബാങ്കുകളിൽ നിന്ന് കണ്ടെടുത്തത് ദുരൂഹ നിക്ഷേപം വ്യക്തമാക്കുന്ന നിർണായക രേഖകൾ. മലപ്പുറത്തു മാത്രം നോട്ട് നിരോധനത്തിന് ശേഷം 4 ദിവസത്തിനിടെ 250 കോടിയിലധികം രൂപയുടെ നിക്ഷേപം നടന്നതായി കണ്ടെത്തൽ. വ്യാപകമായ പരാതികളെ തുടർന്ന് ഇന്നലെ പരിശോധന നടന്നത് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, കൊല്ലം ജില്ലാ സഹകരണ ബാങ്കുകളിൽ. കൊല്ലത്തും മലപ്പുറത്തും നടന്നത് CBI പരിശോധനയും മറ്റു 3ഇടത്ത് എൻഫോഴ്സ്മെന്റ് റെയ്ഡും. പ്രധാന അന്വേഷണം നോട്ട് നിരോധനത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ നിക്ഷേപം നടത്തിയവരെ കേന്ദ്രീകരിച്ച്. സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരെ ജില്ലാ ബാങ്ക് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയും ചോദ്യം ചെയ്യൽ. വായ്പാ തിരിച്ചടവിന്റെ മറവിൽ പലയിടത്തും നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലെന്ന സംശയം. സഹകരണ ബാങ്കുകളിലെ പരിശോധന കൂടുതൽ കടുപ്പിക്കാൻ CBI. പഴി വന്ന പോലീസ് വഴി. പോലീസ് നടപടികളിൽ വിവാദം കനക്കുന്നതിനിടെ വിഷയം ചർച്ച ചെയ്യാൻ നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രശ്നത്തിൽ ഇടപെട്ട കോടിയേരി തന്നെ യോഗത്തിൽ വിഷയം ഉന്നയിക്കും. സർക്കാരിന്റെ ഭരണ നടപടികളിൽ പാർട്ടി നിരീക്ഷണം ശക്തമാക്കണമെന്ന് അഭിപ്രായം. കേരളത്തിലെ പോലീസ് നടപടികൾ BJPയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ദേശീയ തലത്തിൽ പ്രതിരോധം ശക്തമാക്കാനുള്ള CPM നയത്തിന് തിരിച്ചടിയെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം. സംസ്ഥാന പോലീസിൽ കാതലായ തിരുത്തലുകൾക്ക് പാർട്ടി നിർദ്ദേശം നൽകണമെന്നും നേതാക്കൾ. അതേസമയം മാവോയിസ്റ്റ് ഏറ്റുമുട്ടലും പോലീസ് നടപടികളും ഉൾപ്പെടെ നിർണായക വിഷയങ്ങളിൽ വല്യേട്ടനെതിരെ വിമർശനം ഘടിപ്പിച്ച് CPI. സംഭവിക്കുന്നത് കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെന്ന് ജനയുഗം. പോലീസിന്റെ പേരിൽ വലിയ പഴികളുടെ ഭാരം ചുമന്ന് പിണറായി സർക്കാർ. പുകയുന്ന പ്രതിസന്ധി. കോൺഗ്രസിൽ പുനഃസംഘടനാ പോര് കടുപ്പിച്ച് A ഗ്രൂപ്പ്. സംഘടനാ തിരഞ്ഞെടുപ്പ് എത്രയും വേഗം വേണമെന്ന ആവശ്യം. പാർട്ടിയെ പുനഃസംഘടിപ്പിക്കാൻ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച ഫോർമുല സംഘടനാ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ എന്ന് വാദം. A ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് KPCC പ്രസിഡന്റ് സ്ഥാനമെന്നും സൂചന. സംഘടനാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കാൻ ജില്ലാതല നേതാക്കൾക്ക് A ഗ്രൂപ്പ് നിർദ്ദേശം. KSU തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആദ്യ ഏറ്റുമുട്ടൽ വിദ്യാർത്ഥി സംഘടനകളിലെന്നും സൂചന. അതേസമയം DCC പട്ടിക വന്നതോടെ ഇടഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടി അനുനയിപ്പിക്കാൻ പാർട്ടിയിൽ തിരക്കിട്ട നീക്കം. AK ആന്റണിയുമായുള്ള ചർച്ചയും ഫലം കാണാത്ത സാഹചര്യത്തിൽ കേന്ദ്ര ഇടപെടലിനും ശ്രമം. നിധി കാക്കുന്ന ഭൂതങ്ങൾ. തമിഴ്നാട്ടിൽ ചീഫ് സെക്രട്ടറിയുടെ വസതിയിൽ നിന്ന് കോടികളുടെ കള്ളപ്പണം പിടിച്ചതിന് പിന്നാലെ മുതിർന്ന IAS ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ CBI റെയ്ഡ്. പ്രമുഖ ഉദ്യോഗസ്ഥരിൽ പലർക്കും ബിനാമി ഇടപാടുകളും വ്യവസായികളുമായി ദുരൂഹ ബന്ധവും. ചീഫ് സെക്രട്ടറി P. രാമമോഹന റാവുവിന്റെ ഔദ്യോഗിക വസതിയിൽ ഇന്നലെ നടന്ന CBI റെയ്ഡിൽ കണ്ടെത്തിയത് കണക്കിൽപ്പെടാത്ത 30 ലക്ഷം രൂപയും 7 കിലോ സ്വർണവും. മകൻ വിവേകിന്റെ വസതിയിൽ നിന്നും 5 കോടിയുടെ കള്ളപ്പണം. ഇന്നത്തെ റെയ്ഡിൽ IAS ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് 1.5 കോടിയും സ്വർണവും പിടിച്ചതായും റിപ്പോർട്ട്. ആക്രമണം നിർത്തി അമേരിക്ക. IS ശക്തി കേന്ദ്രമായ ലിബിയയിലെ സൈനിക നടപടി അവസാനിപ്പിച്ചതായി അമേരിക്ക. ലിബിയയിൽ സർക്കാർ ആവശ്യപ്പെട്ടാൽ തുടർന്നും സഹായം നൽകുമെന്ന് പ്രഖ്യാപനം. തീരദേശ നഗരമായ സിർത്തിൽ നിന്നും ഭീകര സംഘടനയെ തുരത്താൻ അമേരിക്കൻ സൈന്യം രംഗത്തിറങ്ങിയത് കഴിഞ്ഞ ഓഗസ്റ്റിൽ. IS സ്വാധീന മേഖലകളിൽ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് അമേരിക്ക ഇതുവരെ നടത്തിയത് 495 ആക്രമണങ്ങൾ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.